തോന്നുന്നു. സത്യമായിട്ടുള്ള കാര്യം പറയണമെന്ന് തോന്നിയോണ്ട് പറയുക. ഞാനൊരു 45 വർഷമായി സിനിമ നിൽക്കുന്നു. അന്ന് ഈ റിവ്യൂ പരിപാടിയൊന്നുമില്ല. സിനിമ വരുന്നു, നാന, വെള്ളി നക്ഷത്രം, അങ്ങനെ ചിത്രകാർത്തി, അങ്ങനെ കുറെ മാഗസിൻ ഉണ്ട്. അതിനകത്ത് കൊള്ളാമെന്ന് പറയും. അല്ലെങ്കിൽ സിനിമ തിയേറ്റർ നല്ലതാണെങ്കിൽ ഓടും. ഇപ്പോഴും അതാണ് അവസ്ഥ. അല്ലാതെ ഈ റിവ്യൂ കൊണ്ട് നടന്ന ആളല്ല ഞാൻ ഇനി നിൽക്കാൻ പോകുന്നത് റിവ്യൂ കൊണ്ട്. അപ്പൊ റിവ്യൂ പറഞ്ഞിട്ട് അയാൾ ഭയങ്കര ബോറാണ്. ഞാൻ ബോറായിട്ട് അഭിനയിച്ചാൽ റിവ്യൂ പറഞ്ഞ് ബോറാന്ന് പറഞ്ഞു. ഞാൻ നന്നായിട്ട് അഭിനയിച്ചൊരു ബോറാന്ന് പറഞ്ഞ പ്രേക്ഷകർ സമ്മതിക്കില്ല. ഞാൻ എന്തുകൊണ്ട് ഇത്രയും വർഷം നിൽക്കുന്നു? പ്രേക്ഷകന് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. അല്ലാതെ ഒരുത്തൻ അവിടെ ഇരുന്നോണ്ട് അയാൾ ഭയങ്കര ബോറാന്ന് വേഷം കെട്ടിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ മോശമാകൂല. ഇറ്റ്സ് എ ഫാക്ട്. ഇയാൾ എങ്ങനെയുണ്ട്, ഇയാളുടെ സിനിമ എങ്ങനെയുണ്ട്, പ്രേക്ഷകനെ തീരുമാനിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരുത്തൻ ഇരുന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അംഗീകരിക്കേണ്ടത്. അത് വളരെ ബാലിശമായ ചോദ്യമാണ്, ബാലിശമായ വിശ്വാസമാണ്. നിങ്ങളെ ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ പൊളിക്കാമെന്ന് ഒരിക്കലും നടക്കില്ല. കലാകാരൻ അവൻ സൃഷ്ടിക്കുന്ന കലാരൂപം പ്രേക്ഷകൻ ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റ് ആയിട്ട് നന്നായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ മോശമാണെങ്കിൽ പറഞ്ഞോളൂ. പക്ഷെ ഒരാൾ പറഞ്ഞിട്ട് അത് മോശമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഓടാതിരിക്കില്ല, പ്രേക്ഷകൻ ഇഷ്ടപ്പെടാതിരിക്കില്ല. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ ഇത്രയും വർഷമായിട്ട് സിനിമ കളിക്കുന്നു. ഞാൻ നായകനായിട്ടുണ്ട്, സഹനടനായിട്ടുണ്ട്, വില്ലനായിട്ടുണ്ട്, ഗുണ്ടായിട്ടുണ്ട്. ഒരുപാട് കാലഘട്ടങ്ങൾ കടന്നു വന്ന ആളാണ് ഞാൻ.